അപ്പം ഞാനാണ് ഗൈസ്, ഷിൻചാനാണ്. ഓക്കെ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും ചുമ്മാ ഒരു മോർണിംഗ് വാക്കിന് നമുക്ക് എന്തായാലും ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പിന്നെ നമ്മളെ പിഞ്ചാനെ കൂടെ എന്തായാലും വിളിച്ചു കേട്ടോ. പക്ഷെ അവൻ എന്തായാലും എണീറ്റില്ല ഗൈസ്. അവനെന്തായാലും ഇപ്പോഴും എന്തായാലും കിടന്നെന്തായാലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ എന്തായാലും ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് എന്തായാലും തിരിച്ചെന്തായാലും വരായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരു ഐഡിയ ഒന്നുമല്ലോ. നമ്മളെല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ഇന്ന് എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് വല്ലതും ചെയ്യണം. ഞാനാണെങ്കിൽ കുറേ ദിവസങ്ങൾ കൊണ്ട് എന്തായാലും ആലോചിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഗൈസ് ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോസ് കണക്ക് എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്ക് എന്തായാലും ഉണ്ട് ഗൈസ്. ആ ഒരു ബോർഡ് കണക്ക് നമ്മുടെ വീടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ഉള്ളതായാലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വെച്ചേക്കാണ്. ആ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് മൊത്തത്തിൽ എന്തായാലും പൊടി അടിച്ചെന്നാലും ഇരിക്കുകയാണ്. ആ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൽ എന്ത് വരച്ചാലും അതെന്തായാലും റിയൽ ലൈഫിലോട്ട് നല്ല വരുന്നതാണ്. അപ്പം ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ആ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൽ കണക്ക് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ വരച്ച് എടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കണമെന്ന് വെച്ചാൽ. നമുക്ക് എന്തായാലും പോയിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടനോടെയും പിഞ്ചാനോടെയും പറയാം. അവ ഇതിനായിട്ട് സാധനം കണ്ടിട്ടില്ല. ഞാൻ അതൊരിക്കലും എന്തോ കണ്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടനെ, പിഞ്ചാനെ, ഗ്രാനി എല്ലാവരും വിളിക്കാം. ഗ്രാനി അമ്മായി, പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓടിവായോ. എന്താണ് ഷിൻചാനെ, എന്താണ് എന്നെ വിളിച്ചാൽ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ കയ്യിൽ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്ക് ഉണ്ടായിരുന്നല്ലോ. ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്ക്. നമ്മുടെ കയ്യിലൊരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്ക് ഉണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കാണെങ്കിലല്ല ഒരു അടിപൊളി ഒരു ഐഡിയ കണക്ക് ഉണ്ട് കേട്ടാ. നമുക്കാണെങ്കിലല്ല മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്ക് എവിടെയെങ്കിലും ഫുള്ളായിട്ട് എടുത്ത് വൃത്തിയാക്കിയിട്ട് ആ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടല്ലോ വരയ്ക്കാം. എന്നിട്ട് ആ സാധനം നമുക്ക് റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. ഷിൻചാനെ, അത് നീ പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പോൾ എന്ത് വരയ്ക്കാം ഫ്രാങ്ക്ലിൻ ചേട്ടാ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് എന്തായാലും ആ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിലെന്തെങ്കിലും വെറൈറ്റി ആയിട്ടല്ലോ വരയ്ക്കാം. ഷിൻചാനെ. ഇവിടെ ഇപ്പം എന്തായാലും കേസ് ഞാൻ ഷിൻചാനും കൂടെ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് കണക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു ബോർഡല്ല കേസ്. ആ ഒരു ബോർഡ് സത്യത്തിൽ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിൽ കണക്ക് ഇട്ടേ നമുക്ക് എന്തായാലും അതിൽ എന്ത് വരച്ചാലും റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തായാലും ആ ഒരു സാധനം എന്തായാലും അവിടെ എന്തായാലും ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് നമ്മളെന്തായാലും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സാധനം ഊരി മുകളിലുകൊണ്ട് ഇട്ടിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ എന്തായാലും സെറ്റാണ് കേട്ടോ. എന്തായാലും നമുക്കെന്തായാലും ഇനി എന്തായാലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടെല്ലാം വരയ്ക്കാം. നമ്മളെന്തായാലും നമ്മുടെ കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട് ബോർഡ് കാണാം. ഇനി നമുക്കെന്തായാലും ഇതിലെന്തെങ്കിലും വരച്ചാൽ നമുക്കെന്തായാലും അത് റിയൽ ലൈഫിലോട്ട് വരും. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കൊരു നൈസൊരു ഐഡിയ ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ സ്പൈഡർമാൻ അല്ലേ, സ്പൈഡർമാൻ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് സ്പൈഡർമാൻ്റെ ഒരു പടം വരച്ചാലാ? എന്നിട്ടാണെങ്കിൽ ആ ഒരു സ്പൈഡർമാൻ്റെ പടം വരയ്ക്കുന്ന സമയത്ത് ഫ്രാങ്ക്ലിൻ ചേട്ടനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള സ്പൈഡർമാൻ്റെ പവേഴ്സ് കിട്ടും. ഷിൻചാൻ, അത് നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ടെങ്കിലും വരയ്ക്കാം കേട്ടോ. നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും സ്പൈഡർമാൻ്റെ ഒരു പടമൊക്കെ നമ്മുടെ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൽ വരയ്ക്കാം. എന്നിട്ട് ആ ഒരു സാധനം നമുക്ക് റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്പൈഡർമാൻ്റെ ഫുൾ പവേഴ്സ് എനിക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ ഫുള്ള് വലയായിട്ടൊക്കെ നടക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അത് തന്നെ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യും ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒരു പടം വരാം നമ്മുടെ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൽ. ഷിൻചാനെ ഇപ്പോൾ വരച്ചുതരാം. വെയിറ്റ് എ മിനിറ്റ്. ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ബോർഡിൽ നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു കമ്പ്യൂട്ടറുകളൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. നമ്മൾ പിന്നെ നമ്മുടെ ഇതാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കണം. നമ്മുടെ ഒരു സ്പൈഡർമാനെ ഞങ്ങളൊക്കെ വരയ്ക്കാൻ ഉദ്ദേശിക്കണം. നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ച് കാണിച്ച് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഏതാണ് മാജിക്കൽ പെയിൻറ്റിങ് ബോർഡുകളൊക്കെ അത് കറക്റ്റായിട്ട് എന്തായാലും എടുത്ത് നമുക്ക് ആ സാധനം തരുന്നതാണ്. എന്തായാലും നമുക്കെന്തായാലും ഇവിടെ ഇപ്പോൾ സ്പൈഡർമാൻ്റെ തലയും കണക്ക് വരയ്ക്കാം. സിമ്പിളായിട്ടൊരു സ്പൈഡർമാൻ നമുക്ക് എന്തായാലും വരയ്ക്കാം. നമ്മളങ്ങനെ സ്പൈഡർമാൻ്റെ ഇത് വരച്ചിട്ടുണ്ട് തല. ഇനി നമുക്ക് എന്തായാലും സ്പൈഡർമാൻ്റെ കൈയും നമുക്ക് എന്തായാലും വരയ്ക്കാം. നമുക്ക് എന്തായാലും തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലൊക്കെ എന്തായാലും വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് എന്തായാലും ബോഡി എന്തായാലും ഒന്ന് വരയ്ക്കാം. ഇതെന്താണ് ഗൈസ്, ഇച്ചിരി സീനാണല്ലോ നമ്മുടെ ബോഡി വരയ്ക്കാനായിട്ട്. എന്നാലും നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ വരച്ച് കാണിച്ച് വയ്ക്കാം ഗൈസ്. പിന്നെയും തെറ്റി. എന്ത് ചെയ്യാനല്ലേ. നമുക്കപ്പോൾ എന്തായാലും അണ്ടും അടിച്ച് കളയാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടെ എന്തായാലും ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഇല്ലേ വേറൊരു സർക്കിൾ എടുക്കാം. സർക്കിൾ എടുത്തിട്ട് നമുക്ക് സ്പൈഡർമാൻ്റെ വയറ് പോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. എന്തായാലും അത് തെറ്റിപ്പോയി. നമുക്ക് എന്തായാലും നടുക്കി നമുക്ക് എന്തായാലും എടുക്കാം. പക്ഷേ എൻ്റെ ആകുമ്പോൾ ഇതിപ്പോൾ വൃത്തിയേടാവും തോന്നണം കേട്ടോ കണ്ടിട്ട്. നമുക്ക് ഓവൽ ഷേപ്പിലുള്ള അതെടുക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും സ്പൈഡർമാൻ്റെ വയറോ എന്തായാലും ഇത് വെച്ചാൽ വരയ്ക്കാം. നമ്മുടെ ഒരു ഷോൾഡർ ആ പോർഷനൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതെന്ത് സ്പൈഡർമാനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. ഇതിൽ വരയ്ക്കാനായിട്ട് ഇച്ചിരി പാടാണ്.
എന്തായാലും ഞാൻ ഇവിടെ ഇപ്പോൾ ഇതിൽ തട്ടിക്കൂട്ടി ഒരുവിധം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്പൈഡർമാൻ്റെ കാല് വരയ്ക്കണം. ഓക്കെ, എൻ്റെ പിന്നെയും പണിയായിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി സീനാണ് കേസ് നമ്മുടെ സ്പൈഡർമാനെ വരയ്ക്കാമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സ്പൈഡർമാൻ്റെ കാലുകളൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ എന്തോ ആയിരുന്നല്ലോ. ഓക്കെ, ഭയങ്കര സ്പാടാണ്. ഇത് കണ്ടാൽ പറയല്ലോ സ്പൈഡർമാൻ ആണെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും അറിയാമെന്നുള്ള പോലെ നമുക്ക് എന്തായാലും മാക്സിമം വരയ്ക്കാം കേസ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും സ്പൈഡർമാൻ്റെ കാലെന്തായാലും ഇത്രയും നീളം വേണ്ട. ഓക്കെ, ഇത്രയൊക്കെ മതി. ഓക്കെ, ഇതെന്ത് സ്പൈഡർമാനാണ് എനിക്ക് തന്നെ മനസ്സിലാവണില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഒരിക്കൽ കൂടി എന്തായാലും കാലെന്തായാലും വരയ്ക്കാം കേട്ടാ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ സ്പൈഡർമാൻ്റെ കാലൊക്കെ പറഞ്ഞാൽ കുറച്ച് റെഡ് കളറില്ല. അപ്പോൾ നമുക്ക് റെഡ് ചെയ്തിട്ട് വരയ്ക്കാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അവസാനം എല്ലാം കൂടെ പാടായിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയല്ല കേസ്. ഓക്കെ, സോറി, എനിക്ക് തെറ്റിപ്പോയി. കൂടെ കണ്ടുപിടിക്കാം. ബ്ലൂ ആണ് കേസ് സാധാരണ. ഓക്കെ, നമ്മുടെ കാലിൽ പാദമല്ല, കാൽപാദം പറഞ്ഞാൽ ആ ഒരു പോർഷനിലായിരുന്നു കേസ് നമ്മുടെ മറ്റേ ആ ഒരു റെഡ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കപ്പോൾ എന്തായാലും റെഡ് വെച്ചായിരിക്കും. ഓക്കെ, ഒരുവിധം സ്പൈഡർമാൻ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, എന്നാലും പക്ഷേ സ്പൈഡർമാൻ പോലെ അല്ല ഈ സാധനം ഇരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും ഇനി എന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും റെഡ് എടുക്കും. ഓക്കെ, ഇവിടെ റെഡ് ആയിരുന്ന ബ്ലൂ ആയിരുന്നു, ഇവിടെ ബ്ലൂ ആയിരുന്നു പറയട്ടെ, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഏതാണ് വയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം വരുമല്ലോ. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് അത് കണ്ടുപിടിച്ച് കളയാം. നമുക്ക് ബ്ലാക്ക് കളർ എടുക്കും, ഇങ്ങനൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ഏതാണ് എറൈസർ എടുത്തിട്ട് നമുക്ക് പതുക്കെ എന്തായാലും മായ്ച്ചെന്തായാലും കളയാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും പതുക്കെ എന്തായാലും മായ്ച്ച് കളയാം. ഓക്കെ, നമ്മളങ്ങനെ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും ലൈൻസ് എടുത്തിട്ട് നമുക്കെന്തായാലും നമ്മുടെ നമ്മുടെ സ്പൈഡർമാൻ്റെ കൈയില്ല, അതങ്ങനെ ഈ സ്ഥലം വരയ്ക്കാം. ഓക്കെ, ഇത് എന്ത് കൈയാണ്? ഓക്കെ, അറിയാന്നുള്ള പോലെയൊക്കെ വരയ്ക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് നമ്മുടെ ഏതാണ് ഫില്ലിൻ്റെ ആ ഒരു ഓപ്ഷൻ ഇല്ല അതിവിടെ. ഓക്കെ, നമ്മുടെ ഒരു ഫില്ലിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ റെഡ് കൊടുക്കാം ഗൈസ്. ഓക്കെ, അവിടെ റെഡ് ആണെന്ന് തോന്നണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും തലയും കൂടെ ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എന്തായാലും സ്പൈഡർമാൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ സ്പൈഡർമാൻ്റെ ബാക്ക് സൈഡാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി ഒരു ചെലന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചേക്കണം ഗൈസ്. ഓക്കെ, എന്നാലേ സ്പൈഡർമാനെന്ന് പറയത്തുള്ളൂ. ഓക്കെ, അതല്ലാതെ തന്നെ ഇവിടെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്കെന്തായാലും അതൊക്കെ എന്തായാലും നോക്കി നോക്കുക. ഇവിടെ നമ്മുടെ കുറച്ച് ജീവികളുടെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ ചെലന്തി ഉണ്ടാകും, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. യെസ് ഗൈസ്, ചെലന്തി ഉണ്ട് ഗൈസ്. ഓക്കെ, ചെലന്തി ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ചെലന്തി കണക്ക് എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, അയ്യോ ഇതിപ്പോൾ എന്താണ്? ഓക്കെ, നമുക്കെന്തായാലും ചെലന്തി നമുക്ക് എന്തായാലും അണ്ടുപടിച്ച് കളയാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ചെലന്തി വയ്ക്കാന്ന് വെച്ചാൽ അത് നടക്കൂല ഗൈസ്. ഓക്കെ, അപ്പോൾ ചെലന്തി വേണ്ട, നമുക്കല്ലാതെ തന്നെ നമ്മുടെ രീതിയിൽ നമുക്കൊരു ചെലന്തി വരയ്ക്കാം ഗൈസ്. ഓക്കെ, എന്താണ് നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം, നമുക്കൊരു ചെലന്തി വരയ്ക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതെന്താണ് സ്പൈഡർമാൻ ഫ്രാങ്ക്ലിൻ ചേട്ടാ, കുറച്ച് വൃത്തിക്ക് വരാം. എന്നാൽ പിന്നെ നീ ഇവിടെ വന്ന് വരാം. അല്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വരയ്ക്കാൻ നോക്കുമ്പോൾ കുറ്റപ്പെടുന്നാണോ നീ? സോറി ഫ്രാങ്ക്ലിൻ ചേട്ടാ, സോറി. എന്നാലും കുഴപ്പമില്ല കേട്ടാ, ആ കയ്യൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരാം. ആടാ ഷിൻചാൻ, അത് തന്നെയല്ലോ ഞാൻ ഇപ്പം ചെയ്യണത്. അല്ലല്ലോ, ഒരു മിനിറ്റ്, നമ്മുടെ കൈ പറഞ്ഞ ആ ഒരു പോർഷല്ല, അവിടെ എന്തോ ബ്ലൂ കളർ എന്തോ ആയിരുന്നല്ലോ അല്ലേടാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, അവിടെ ഇങ്ങനെ ബ്ലൂ കളറിൽ എന്തോള്ളൊരു സംഭവം എന്തായിരുന്നു. ഇനി നമുക്ക് എറൈസർ വെച്ച് അല്പമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തായാലും ആ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇതൊക്കെ മതി, ഇതൊക്കെ മതി. ഇതൊക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പൈഡർമാൻ്റെ പവേഴ്സൊക്കെ കിട്ടും. ആടാ ഷിൻചാനെ, എന്തായാലും കുഴപ്പമില്ല കേട്ടോ, എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും മതി, ഇതൊക്കെ മതിയല്ലേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതെന്ത്? സോറിയടാ, ഞാൻ അറിയാതെ വരച്ചത്. നമുക്കില്ലേ നൈസായിട്ട് നമ്മുടെ സ്പൈഡർമാനൊന്നും കൂടെ എന്തായാലും എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ സാറെ വേറെ എന്തെങ്കിലും ജീവിയൊന്നും വിചാരിച്ച് വയ്ക്കും ഗൈസ്. ഓക്കെ, അയ്യോ. ഓക്കെ, നമുക്കെന്തായാലും സ്പൈഡർമാനൊന്നും കൂടെ എന്തായാലും എഴുതി വയ്ക്കാം. ഓക്കെ, സ്പൈഡർമാൻ. ഓക്കെ, മതി, ഇതൊക്കെ മതി. ഓക്കെ, സ്പൈഡർമാൻ. ഓക്കെ, എന്തായാലും നമ്മളിവിടെ ഇപ്പോൾ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ എഴുതിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കെന്തായാലും ഈ സാധനം റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോഴും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പോണേ. 3, 2, 1 ലെറ്റ്സ് ഗോ. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നടന്നില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ചേട്ടൻ്റെ ബോഡിയിൽ തന്നെ ഈ സംഭവം ചെയ്താ? അതാ കണ്ടവൻ്റെ ബോഡിയിലാണ് ഇനി പവേഴ്സ് കൊടുത്താ? ഇല്ലടാ ഷിൻചാനെ, ഞാൻ എൻ്റെ ബോഡി എന്നോട് സെലക്ട് ചെയ്താ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കണല്ലോ.
ഈ മാജിക്കൽ പെയിന്റ് ബോർഡിന് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടാ. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, ചേട്ടാ എന്തിനാ ചുമ്മാ വലയിടറാ? എടാ ഷിൻചാനെ, മാജിക്കൽ പെയിന്റ് ബോർഡിന് ഒരു കുഴപ്പമില്ലടാ. എന്റെ മോനെ ഗൈസ്, ഫ്രാങ്ക്ലിന് സൂപ്പർ പവേഴ്സ് കിട്ടിയേക്കാണ്. എൻ്റെ ആളി സ്പൈഡർമാൻ്റെ സൂപ്പർ പവേഴ്സ് കിട്ടിയേക്കാണ്. സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. സ്പൈഡർമാൻ്റെ ഏതാണ് ആ ഒരു സ്പൈഡറിൻ്റെ ആ ഒരു വലയൊക്കെ ഇട്ട് നമുക്ക് പറക്കാനൊക്കെ പറ്റും. അത് മാത്രമല്ല നമ്മുടെ അടിയുടെ സ്റ്റൈല് മാറിയിട്ടുണ്ട്. ഇനി മിക്കവാറും നമ്മൾ ആരെങ്കിലും അടിച്ചാൽ അത് തെറിച്ചു പോകും. നമുക്കെന്തായാലും നോക്കി നോക്കും. അടിച്ചാൽ ചിലപ്പോൾ പറന്ന് എന്തായാലും പോട്ടെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നൈസായിട്ടുണ്ട് ചേട്ടാ, മാസ് എൻട്രി. എൻ്റെ പൊന്നെ, പിന്നെ അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഹലോ സോന്നനെ, അയ്യോ ഇതിപ്പോൾ എന്താണ് സംഭവിച്ച? എനിക്കെന്താ അടിക്കാൻ പറ്റാത്ത? ഫ്രാങ്ക്ലിൻ ചേട്ടാ, മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡ് നമുക്ക് പണിയെന്നാ? ഇല്ലടാ ഷിൻചാനെ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടാ. എനിക്കിതാണ്ട് അടിക്കാൻ പറ്റണില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതെന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും. അത് കുഴപ്പമില്ല. സാരല്ല, നമുക്ക് പിന്നെ എപ്പോഴും ടെസ്റ്റ് ചെയ്യാം. ഇതെന്തായാലും കൊള്ളാം. ഈ ഒരു സ്പൈഡർമാൻ്റെ പവേഴ്സാണ് കിട്ടിയ. ആടെ ഷിൻചാനോ, അവിടെ മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡ് എനിക്ക് നല്ലൊരു കിടിലൈറ്റമാണ് തന്നതെന്ന് വെച്ചാൽ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആടെ ഷിൻചാനെ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും വീണ്ടും ഇവിടെ മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡ് വെച്ച് നമ്മൾ വീണ്ടും കുറേ വീഡിയോസായിട്ട് നമ്മളെന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.